എല്ലാവർക്കും നമസ്കാരം. CC ടെക്നിക്കൽ PSC ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും CPO ഡ്രൈവർ, അതേപോലെ ഫയർമാൻ ഡ്രൈവർ, അതേപോലെ എക്സൈസ് ഡ്രൈവർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അടുത്ത് എഴുതാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് CPO ഡ്രൈവർ പരീക്ഷയായിരിക്കും. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഡ്രൈവർ പരീക്ഷ എന്ന് പറയുന്നത് CPO ഡ്രൈവർ പരീക്ഷയാണ്. ആ CPO ഡ്രൈവർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ മാത്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമുക്ക് പതിയെ കടക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ഈ റാങ്ക് പട്ടിക നിലവിൽ വന്നത് 29/5/2025 നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത്. അവസാനമായിട്ട് 21/7/2026 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഒരു വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി. നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ 21/7/2026 വരെ അഡ്വൈസ് പോയതായിട്ടാണ് PSCയുടെ സൈറ്റിൽ കാണുന്നത്. അപ്പോൾ നിലവിൽ 243 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിലെ 256ാമതായിട്ട് വന്ന വ്യക്തിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. OBC ആണെങ്കിൽ 261ാമത് നിൽക്കുന്നവൻ അഡ്വൈസ് പോയി. SC ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്കൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് ആ ഒരു നിയമനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 250-നും 300-നും ഇടയിലെ ഒക്കെ നിയമനങ്ങൾ, അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് CPO ഡ്രൈവർ പരീക്ഷ എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 30 മാർക്കിന്റെ ചോദ്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 30 മാർക്കിന്റെ ചോദ്യങ്ങളും, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക്, പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും 20 മാർക്കും ചേരുമ്പോൾ 50 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗത്താണ്. വലിയ പരിഗണന കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈസൻസും സ്പെഷ്യൽ ടോപ്പിക്കും. നന്നായിട്ട് പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അവിടെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു 10-40 മാർക്ക് അവിടുന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ CPO ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പേര് ആദ്യമേ ഉണ്ടാകും. ആദ്യമേ ഉണ്ടെങ്കിലേ നമുക്ക് ജോലി ഉറപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മക്കളെ, 50 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ പറയുന്ന ലൈസൻസും സ്പെഷ്യൽ ടോപ്പിക്കും ആണെങ്കിൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 മാർക്കിന്റെ മാത്സ് ചോദ്യങ്ങൾ കാണും, 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കാണും. ഇപ്പോൾ തന്നെ 70 മാർക്ക് കഴിഞ്ഞു. 50 മാർക്ക് അവിടെ, മാത്സ് 10 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. അപ്പൊ കൃത്യം 70 മാർക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട 4 ഭാഗങ്ങൾ: ലൈസൻസ്, സ്പെഷ്യൽ ടോപ്പിക്ക്, മാത്സ്, കറണ്ട് അഫയേഴ്സ്. പിന്നെ നിങ്ങൾ പരിഗണന കൊടുക്കേണ്ട ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 6 മാർക്കിന് ചോദിക്കും. ബാക്കി ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും കൂടെ ചേർത്തിട്ട് ഒരു 16 മാർക്കിന് മൊത്തത്തിൽ വരും. 16 അല്ല, 12 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. 4, 4, 8, 4, 12. പിന്നെ ഈ പറയുന്ന ബയോളജിക്കകത്തുനിന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യങ്ങൾ കാണും. ബാക്കിയുള്ളതൊക്കെ 2 ചോദ്യങ്ങൾ. കലാകായികം, സാഹിത്യം 3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ 70 മാർക്ക് ഇരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈസൻസ്, സ്പെഷ്യൽ ടോപ്പിക്ക്,
മാത്സ് കറണ്ട് അഫേഴ്സ് വിഭാഗങ്ങളിലാണ്. ആ ഒരു ഭാഗത്ത് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റത്തുള്ളൂ. നല്ല മാർക്ക് നേടിയെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് നമ്മളുടെ പേരുകൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്ത് പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പഠനം നടത്തി മുമ്പോട്ട് പോയെങ്കിൽ നിങ്ങളുടെ ആ ഡ്രൈവർ എന്ന് പറയുന്ന ആ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകുന്ന ഒരു വർഷമായിട്ട് 2027 ഉണ്ടാകും. അപ്പൊ 2027 ജോലി കിട്ടുവാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഈ പറയുന്ന CPO ഡ്രൈവർ പരീക്ഷ. പരീക്ഷ തീർച്ചയായിട്ടും ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിന് ശേഷം ഡിസംബർ മാസം ഒരു 90 ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ കിട്ടും. ആ 90 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുവാൻ പറ്റുന്ന നല്ലൊരു സിലബസ് മാത്രമാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും ആശങ്കകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവിടെ നിന്നും അധ്യാപകർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പെടുത്തൽ കൂടി ഉണ്ടാവുന്നു. മക്കളെ, മാത്സിനകത്ത് 12 ടോപ്പിക്കും മെന്റൽ എബിലിറ്റിക്കകത്ത് 13 ടോപ്പിക്കും ഉൾപ്പെടെ മൊത്തത്തില് 25 ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് ഉള്ളത്. ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ആദ്യമായിട്ട് നമ്മുടെ മാത്സിന്റെ ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് വിവിധ ഡ്രൈവർ പരീക്ഷകളിൽ ചോദിച്ചു പോയ മാത്സിന്റെ ചോദ്യങ്ങൾ റിവിഷൻ ലെവലിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പിക്ക് നിങ്ങൾ നോക്കണം. ഞാൻ അതിനിടയിൽ കൂടെ റിവിഷൻ ലെവലിൽ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ കൂടി പഠിപ്പിക്കാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം. എടാ കുഞ്ഞുങ്ങളെ, ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണളവുകളുടെ തുക 2700 ആണെങ്കിൽ അതിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണളവുകളുടെ തുക തന്നിട്ട് എത്ര വശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആ ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. എടാ, ഒന്നാമത്തെ ഇക്വേഷൻ, ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണളവുകളുടെ തുക മക്കളെ n-2 × 180 ആണ്. എടാ, ഒന്നും കൂടെ പറയാം. ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണളവുകളുടെ തുക n-2 × 180, n-2 × 180, n-2 × 180, n-2 × 180. n എന്ന് പറഞ്ഞ വശങ്ങളുടെ എണ്ണം. ബഹുഭുജം എത്ര വശങ്ങളുണ്ടെന്നുള്ള കാര്യം പറയും ചോദ്യത്തിനകത്ത്. അതായത് ചതുർഭുജമാണെങ്കിൽ 4 വശം, പഞ്ചഭുജമാണെങ്കിൽ 5 വശം, ഷഡ്ഭുജമാണെങ്കിൽ 6 വശം, സപ്തഭുജമാണെങ്കിൽ 7 വശം, അഷ്ടഭുജമാണെങ്കിൽ 8 വശം, 9 വശങ്ങളുണ്ടെങ്കിൽ നവഭുജം, 10 വശങ്ങളുണ്ടെങ്കിൽ ദശഭുജം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണളവുകളുടെ തുക എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ n-2 × 180 ഉപയോഗിച്ചാൽ മതിയായിരുന്നു. എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മക്കളെ, ഒരു പഞ്ചഭുജത്തിന്റെ ആന്തര കോണളവുകളുടെ തുക എത്രയാണോ എന്ന് കമന്റ് ചെയ്യാവോ? n-ന്റെ വില 5 ആണ്. n-2 × 180 ആണ് ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ സെറ്റായോ? ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണളവുകളുടെ തുക n-2 × 180 ആണ്. ഇനി ഒരു സമബഹുഭുജത്തിന്റെ ഓരോ ആന്തര കോണിന്റെയും അളവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, സമബഹുഭുജം എന്ന് പറഞ്ഞാല് എല്ലാ വശങ്ങളും തുല്യമായ ബഹുഭുജത്തിന് പറയുന്ന പേരാണ് സമബഹുഭുജം. അപ്പോൾ നിങ്ങളുടെ മുമ്പില് ഒരു സമബഹുഭുജം തന്നിട്ട് ഓരോ ആന്തര കോണിന്റെയും അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേണ്ടേ n-2 × 180 ഡിവൈഡഡ് ബൈ n ആണ് ഇക്വേഷൻ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനും സെറ്റായി. മൂന്നാമത്തത്, എടാ, ഒരു ബഹുഭുജത്തിന്റെ ബാഹ്യ കോണളവുകളുടെ തുക എല്ലായ്പ്പോഴും
360 ഡിഗ്രി ആയിരിക്കും. എന്താണ്? ഒരു ബഹുഭുജത്തിന്റെ ബാഹ്യ കോൺ അളവുകളുടെ തുക 360. ഒരു സമബഹുഭുജത്തിന്റെ ഓരോ ബാഹ്യ കോണിന്റെയും അളവ് കാണാൻ ആ 360നെ n കൊണ്ട് ഹരിച്ചാൽ മതി. ഇതെല്ലാം ഓർത്തിരിക്കേണ്ട ഇക്വേഷനാണ്. അപ്പൊ ഞാൻ 4 ഇക്വേഷനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോൺ അളവുകളുടെ തുക n-2 × 180. രണ്ടാമത്തെ എന്റെ കൂടെ എഴുതിയെടുത്തോണം നിങ്ങൾ. ഒരു സമബഹുഭുജത്തിന്റെ ഓരോ ആന്തര കോണിന്റെയും അളവ് n-2 × 180 ഡിവൈഡഡ് ബൈ n. ഒരു ബഹുഭുജത്തിന്റെ ബാഹ്യ കോൺ അളവുകളുടെ തുക 360. ഒരു സമബഹുഭുജത്തിന്റെ ഓരോ ബാഹ്യ കോണിന്റെയും അളവ് 360 ഡിവൈഡഡ് ബൈ n ആണ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു. ഇനി മക്കളെ, ആന്തര കോൺ അളവുകളുടെ തുക തന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമുക്കറിയാം ആന്തര കോൺ അളവുകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 ആണ്. ഈ സാധനത്തിന്റെ വില 2700 പറഞ്ഞു എഴുതി വെച്ചു. അവിടുന്ന് ദാണ്ടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 180നെ പറഞ്ഞ് അപ്പുറത്തോട്ട് വിട്ടാല് ദാണ്ടെ 2700 ഡിവൈഡഡ് ബൈ 180 വരും. താഴെ കിടക്കുന്ന ഈ 0 കട്ടായി പോയി. പിന്നെ നമുക്ക് ദാണ്ടെ ഈ 18 27 കൂടെ 9 കൊണ്ട് വെട്ടാം. 9 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 9 കൊണ്ട് ഹരിക്കുക. 18നെ 9 കൊണ്ട് ഹരിച്ച 2, 27നെ 9 കൊണ്ട് ഹരിച്ച 3, ആ 0 കൂടെ ചേർത്ത് എഴുതിയാൽ 30, 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15. ഇനി ഒരു കാര്യം ചെയ്താൽ മതി. n-2ന്റെ വില 15 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ -2 അപ്പുറത്ത് പോയാൽ +2 ആയി. 15 + 2 17. നമ്മളുടെ ഒന്നാമത്തെ ഉത്തരം 17. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ചെയ്തു പഠിക്കണം. അപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് തന്നിരിക്കുന്നത് ആന്തര കോൺ അളവുകളുടെ തുക തന്നിട്ട് വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. സാധാരണ വശങ്ങളുടെ എണ്ണം തന്നിട്ട് ആന്തര കോൺ അളവുകളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ആന്തര കോൺ അളവുകളുടെ തുക തന്നിട്ട് വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. വൃത്തിയായിട്ട് എഴുതിയെടുത്തോണം. രണ്ടാമത്തെ ചോദ്യം. ഒരു സ്കൂളിലെ 2401 വിദ്യാർത്ഥികൾ ഉണ്ട്. മക്കളെ, വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്ര? അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വരികളുടെ എണ്ണം 3 ആണെന്ന് കരുതാം. നിരകളുടെ എണ്ണവും 3 ആണെന്ന് കരുതാം. അപ്പോൾ ആകെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും തുല്യമാണെങ്കിൽ ആ വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ആകെ കുട്ടികളുടെ എണ്ണം കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വേണ്ടേ മക്കളെ, മൊത്തത്തില് 2401 കുട്ടികളാണുള്ളത്. വരികളുടെ എണ്ണം 47 ആണെങ്കിൽ നിരകളുടെ എണ്ണവും 47. വരികളുടെ എണ്ണം 41 ആണെങ്കിൽ നിരകളുടെ എണ്ണവും 41. വരികളുടെ എണ്ണം 45 ആണെങ്കിൽ നിരകളുടെ എണ്ണവും 45. വരികളുടെ എണ്ണം 49 ആണെങ്കിൽ നിരകളുടെ എണ്ണവും 49 തന്നെ. അപ്പോൾ 47നെ 47 കൊണ്ട് ഗുണിച്ചാൽ 2401 കിട്ടുമോ? കിട്ടത്തില്ല. കാരണം എന്താ? 47നെ 47 കൊണ്ട് ഗുണിച്ചാൽ 7 7 49. ഉത്തരത്തിന്റെ അവസാനത്തെ അക്ക 9 വരത്തുള്ളൂ. അതുകൊണ്ട് എ ഓപ്ഷൻ തെറ്റാണെന്ന് അർത്ഥം. മനസ്സിലായി? എന്തുകൊണ്ടാ 47 വെട്ടിയത്? 47നെ 47 കൊണ്ട് ഗുണിച്ചാല് കുഞ്ഞുങ്ങളെ 7 7 49. 7 7 49. ഉത്തരത്തിന്റെ അവസാനത്തെ അക്ക 9 വരത്തുള്ളൂ. നമുക്ക് വരേണ്ടത് 1 ആണ്. 9 വരത്തുള്ളൂ. അതുകൊണ്ട് എ അല്ല. ബിയിലേക്ക് വരാം. 41നെ 41 കൊണ്ട് ഗുണിച്ചാൽ 1 ഉത്തരത്തിന്റെ അവസാനത്തെ അക്ക 1 വരാം. 45നെ 45 കൊണ്ട് ഗുണിച്ചാൽ എല്ലാവർക്കും ഞാൻ ഈ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ
സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 45ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് വേണ്ട ഒന്നുമില്ല, 5ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാല് മക്കളെ ആദ്യം ചെയ്യേണ്ടത് 5ന്റെ സ്ക്വയർ എഴുതണം. 25 എഴുതി വെച്ചു. ഇനി ബാക്കിയുള്ള സംഖ്യ ഏതാ? 4 അല്ലേ? അതും അതിന് ശേഷമുള്ള എണ്ണൽ സംഖ്യയും കൂടെ ഗുണിക്കുക. അപ്പോൾ 4 കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ ഏതാ? 5 അല്ലേ? 4ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 20. കണ്ടോ? അതായത് 45നെ 45 കൊണ്ട് ഗുണിച്ചാൽ 20 25 വരും. അപ്പൊ നിങ്ങൾ പറയും സാറേ 55ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? തരാമല്ലോ മക്കളെ. 5ന്റെ സ്ക്വയർ എഴുതി വെച്ചു 25. ആദ്യം കിടക്കുന്ന സംഖ്യ ഏതാ? 5. അത് കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ ഏതാ? 6. 5ഉം 6ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 30. ഉത്തരം 30 25. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 75ന്റെ സ്ക്വയർ എത്രടാ പിള്ളേരെ? 5ന്റെ സ്ക്വയർ 25. 7 ആദ്യം കിടക്കുന്നവൻ. 7 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ? 8. 7ഉം 8ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 56. കണ്ടോ? ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും 45 വരുത്തില്ല. കാരണം എന്താ? 45ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഉത്തരത്തിന്റെ അവസാന തക്കം 5 അല്ലേ? നമുക്കൊന്നല്ലേ വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതും വരുത്തില്ല. 49ന്റെ സ്ക്വയർ എടുത്താൽ 49 × 49 99 81. ഉത്തരത്തിന്റെ അവസാന തക്കം 1. അപ്പൊ ഉത്തരം 41 അല്ലെങ്കിൽ 49 ആണെന്ന് മനസ്സിലായി. 45ന്റെ സ്ക്വയർ എത്ര? 2025. മക്കളെ 45ന്റെ സ്ക്വയർ 2025 അല്ലെങ്കിൽ 2025ന്റെ സ്ക്വയർ റൂട്ട് ആണ് 45. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ 2401 അല്ലേ കിടക്കുന്നത്? എടാ 2401ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്തായാലും 45നേക്കാൾ വലിയ സംഖ്യയല്ലേ? ഇല്ലേ? കാരണം 2025ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 2025ന്റെ വർഗമൂലം എടുക്കുമ്പോൾ 45. നമ്മുടെ ചോദ്യം 2401. അപ്പോൾ 2025നേക്കാൾ വലിയ സംഖ്യയാണ് 2401. അതുകൊണ്ട് ഉത്തരം 45നേക്കാൾ വലിയ സംഖ്യയായിരിക്കും. 45നേക്കാൾ വലുതായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 49 ആണ് റൈറ്റ് ആൻസർ. കണ്ടോ? ചെയ്തു പഠിക്കണേ, ചെയ്തു പഠിക്കണേടാ പിള്ളേരെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമന്റ് ചെയ്തു. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് കഴിഞ്ഞ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അടുത്തത് 3 വ്യത്യസ്ത റോഡ് ക്രോസിങ്ങുകളിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം ഓരോ 48 സെക്കൻഡിലും 60 സെക്കൻഡിലും 72 സെക്കൻഡിലും മാറുന്നു. രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ ഏത് സമയത്താണ് അവ വീണ്ടും ഒരേ സമയം മാറുക? ഒന്നുമില്ല. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാല് LCM കണ്ടുപിടിച്ചാൽ മതി മക്കളെ. LCM കണ്ടുപിടിച്ചാൽ മതി. ഇത്തരം ചോദ്യങ്ങൾ പലതവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. LCM കണ്ടുപിടിക്കുക. ഇതുപോലെ ബെല്ലടിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ റോഡ് ക്രോസിങ്ങിലെ ട്രാഫിക് ലൈറ്റിന്റെ ചോദ്യങ്ങളെല്ലാം LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 48, അതേപോലെ 60, അതേപോലെ 72 LCM. എല്ലാവരെയും നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം. അഭാജ്യ സംഖ്യ കൊണ്ട് മാത്രമേ ഘടകക്രിയാൻ പാടുള്ളെന്ന റൂള്. ഇപ്പൊ ഞാൻ 3 കൊണ്ട് അങ്ങ് ചെയ്യാൻ പോവാം. 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 16, 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 20, 72നെ 3 കൊണ്ട് ഹരിച്ചാൽ 24. വീണ്ടും ഞാൻ 3 കൊണ്ട് ചെയ്യുന്നു. 16നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള 2 എണ്ണമെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. 2 എണ്ണമെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, 3 മാറ്റി പിടിക്കാം, നമുക്കൊരു 2 പിടിക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ 2 കൊണ്ട് അങ്ങ് ചെയ്യാം. 16നെ 2 കൊണ്ട് ഹരിച്ച 8, 20ന്റെ പകുതി 10, 24ന്റെ പകുതി 12. വീണ്ടും 2 കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ 8ന്റെ പകുതി 4, 10ന്റെ പകുതി 5, 12ന്റെ പകുതി 6. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 4ന്റെ പകുതി 2, 5 അതുപോലെ താത്തിറക്കി, 6ന്റെ പകുതി 3. ഇനി നടക്കത്തില്ല അല്ലേ? ഇനി നടക്കത്തില്ല. എല്ലാം കൂടെ ഗുണിക്കേ. 3 2 6, 6 2 12, 12 2 24, 24 × 3 72, 72 × 10 720.
അപ്പോൾ എല്ലാം സെക്കൻഡ് അല്ലേ, അപ്പൊ 720 സെക്കൻഡ് എന്ന് വന്നു. അതായത് 720 സെക്കൻഡ് കൂടുന്തോറും ഒരുമിച്ച് കത്തും. മനസ്സിലായോ? 720 സെക്കൻഡ് കൂടുന്തോറും ഒരുമിച്ച് കത്തും. രാവിലെ 7 മണിക്കാണ് ഇത് ഒരുമിച്ച് കത്തിയത്. ഇനി എപ്പോഴാണ് ഒരുമിച്ച് കത്തുക എന്നാണ് ചോദ്യം. മക്കളെ, സെക്കൻഡിനെ ഒന്ന് മിനിറ്റ് ആക്കിക്കേടാ. എടാ, സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിച്ചാൽ പോരെ? സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിക്കുക. സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിക്കുക. സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിക്കുക. 720നെ 60 കൊണ്ട് ഹരിച്ചാല് മക്കളെ 12 മിനിറ്റ്. എടാ, 12 മിനിറ്റ് കൂടുന്തോറും ഒരുമിച്ച് മിന്നും. രാവിലെ 7 മണിക്കാണ് ഒരുമിച്ച് മിന്നിയതെങ്കിൽ 12 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് 7:12 ആകുമ്പോൾ ഒരുമിച്ച് മിന്നും. അത് കഴിഞ്ഞാൽ പിന്നെയും 12 മിനിറ്റ് കഴിയുമ്പോൾ, അങ്ങനെ 12 മിനിറ്റ് കൂടുന്തോറും ഒരുമിച്ച് മിന്നുന്ന ഒരു 3 ലൈറ്റുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാല് തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിച്ചാല് എത്ര സമയം കൂടുമ്പോഴാണ് ഒരുമിച്ച് മിന്നുന്നത് എന്നുള്ളതിന്റെ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, പിടിച്ചു. ഒരു ഫ്ലവർ വേസിന്റെ വില 120 രൂപയാണ്. കടയുടമ അത് 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എത്ര? അതായത് 10% കുറച്ചാണ് വിൽക്കുന്നത് എന്നല്ലേ അർത്ഥം. എടാ, 10% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 10% കുറച്ചാണ് വിൽക്കുന്നത്. 10% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 10% കൂട്ടിയാണ് വിൽക്കുന്നത്. ഇവിടെ എന്തായാലും വാങ്ങിയ വില എന്ന് പറയുന്നത് 120. 10% കുറച്ചാണ് വിറ്റതെങ്കിൽ 10% കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. അപ്പോൾ 120ന്ന് ആ 10%, അതായത് 12 കുറച്ചാൽ പോരെ അല്ലേ? എടാ, ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. അപ്പൊ 120ന്ന് 120ന്റെ 10% 12 അല്ലേ? ഒരു സംഖ്യയുടെ 10%, 120ന്റെ 10% 12. 120ന്ന് 12 കുറച്ചാല് 108. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നടാ കുഞ്ഞുങ്ങളെ. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാം ഓർത്ത് വെച്ചോണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാക്കി ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചോളാം. അപ്പൊ ഇവിടെ നമ്മള് ഒരു PYQ സെഷൻ മാത്രമാണ്. 1 സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടി, കണ്ടോ? അടുത്തത് ഈ ഒരു ചോദ്യമാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചോദ്യം. പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചോദ്യമാണ്. മെനക്കേടാ, ഇത് കുറെ ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ആദ്യ പദം തന്നിട്ടില്ല സമാന്തര ശ്രേണിയുടെ. മക്കളെ, ആദ്യ പദം തന്നിട്ടില്ല. എടാ, ആദ്യ പദം തന്നിട്ടില്ല. അവസാന പദം 146. തുക 7171. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം ഇനി മുമ്പിൽ വന്നാൽ, ഇനി ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വരുവാണെങ്കിൽ വേണ്ടേ, ഇങ്ങനെ ഒരു ചോദ്യം, അവസാന പദം തന്നിട്ടുണ്ട്, തുകയും തന്നിട്ടുണ്ട്, പദങ്ങളുടെ എണ്ണം എത്ര? അവസാന പദം തന്നിട്ടുണ്ട്, അവസാന പദം തന്നിട്ടുണ്ട്, അവസാന പദം തന്നിട്ടുണ്ട്, തുകയും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് പദങ്ങളുടെ എണ്ണമാണ്. ആദ്യ പദം തന്നിട്ടില്ല. ചെയ്യേണ്ട പരിപാടി തുകയുടെ ഇരട്ടി എടുക്കുക. മക്കളെ, തുക എന്ന് പറയുന്നത് 7171 ആണ്. ആ 7171ന്റെ ഇരട്ടി അങ്ങോട്ട് എടുക്കണം. അപ്പോൾ 1 2 2 7 14 ശിഷ്ട 1 1 2 2 1 3 7 14 കിട്ടിയോ? 14342. എന്നിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏത് സംഖ്യ കൊണ്ട് 14342നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ദാറ്റ് ഈസ് യുവർ ആൻസർ. കൊള്ളാമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം മക്കളെ. 14342നെ
101 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുവാണെങ്കിൽ രക്ഷപ്പെട്ടു, എ ആണ് ആൻസർ. അപ്പൊ അതാണ്ടേ ഒരു 101, 101, 3 1 കുറച്ച 2, 4 താത്തിറക്കി, അവസാനത്തെ 4 കൂടെ താത്തിറക്കി. 101നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 404 വരുവടാ. 4 4 കുറച്ച 0, 2 അവസാനത്തെ 2 താത്തിറക്കി. 101 × 2 202 പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എ തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ ഒരു സമാന്തര ശ്രേണിയുടെ അവസാന പദവും തുകയും തന്നിട്ട്, അവസാന പദവും തുകയും മാത്രം തന്നിട്ട് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തുകയുടെ ഇരട്ടി എടുക്കുക, തുകയുടെ ഇരട്ടി എടുക്കുക, തുകയുടെ ഇരട്ടി എടുക്കുക, തുകയുടെ ഇരട്ടി എടുക്കുക. ആ തുകയുടെ ഇരട്ടിയെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണ പിള്ളേരെ. നോക്കിയാൽ ഏതാണോ പറ്റുന്നത് അവനെ കുത്തിക്കോ, 1 മാർക്ക്. അടുത്തത് ഗോ എന്ന് പറയുന്നത് 32 ആണ്. ഷീ എന്ന് പറയുന്നത് 49 ആണ്. സം എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ കോഡ് ഏതാണെന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അക്ഷരങ്ങള് ആൽഫബറ്റ്സ് ഇല്ലേ, അതും അതിന് തുല്യമായ പ്ലേസ് വാല്യൂ കൊടുക്കണം അല്ലേ. ABCDE, FEFGHI, JKLMNOPQR, STUVWXYZ. പ്ലേസ് വാല്യൂ കൂടി കൊടുക്കണേ. ഇതൊക്കെ വെറുതെ കിട്ടുന്ന മാർക്കാണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. ജി എന്ന് പറയുന്ന അക്ഷരം 7ാമത് കിടക്കുന്നതാണ്. ജി എന്ന് പറയുന്ന അക്ഷരം 7ാമത് കിടക്കുന്നതാണ്. 7. ഓ എന്ന് പറയുന്ന അക്ഷരം 15ാമതാണ് കിടക്കുന്നത് അല്ലേ മക്കളെ. 15ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 22 നമുക്ക് വരുന്നത്. പക്ഷെ 32 വരണമെന്നാ പറഞ്ഞ. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഷീയിലേക്ക് പോകാം മക്കളെ. ഷീ എസ് എന്ന് പറയുന്നത് 19 ആണ്. എച്ച് എന്ന് പറയുന്നത് 8 ആണ്. എടാ ഇ എന്ന് പറഞ്ഞാല് 5 ആണ്. 9 8 17, 17 5 22, ശിഷ്ടം 2, 2 1 3 32. ആ 32 പകരം ചോദ്യകർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് എത്ര? 49 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇനി എന്താണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ നേരായ രീതി നോക്കിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കോഡിങ്ങെ ഒന്ന് തിരിച്ചു കൊടുത്ത് നോക്കാം. മുമ്പോട്ടല്ല പിറകോട്ട് അക്ഷരങ്ങൾ ഒന്നും കൂടെ എഴുതി നോക്കാം. അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. 1 2 3 ബാക്ക്വേർഡ് കോഡ് 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. എടാ ജി എന്ന് പറയുന്ന അക്ഷരം ഇപ്പോ നമ്മൾ എഴുതിയപ്പോൾ എത്രാമതാ വന്നത്? ബാക്ക്വേർഡിൽ എഴുതിയപ്പോൾ ജി എന്ന് പറയുന്ന അക്ഷരം 20ാമതാണ്. ഓക്കെ. ഓ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 20ഉം 12ഉം കൂടെ കൂട്ടിയാൽ കറക്റ്റ് 32 വരുന്നുണ്ട്. കറക്റ്റ് ആണ്. എസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ബാക്ക്വേർഡാ കൊടുത്തത്. ആ എസ് എന്ന് പറയുന്ന അക്ഷരം നമ്മൾ ബാക്ക്വേർഡ് കൊടുത്ത് നോക്കിയപ്പോൾ എസ് വരുന്നത് 8ാമതാണെന്ന് മനസ്സിലായില്ലേ? അതേപോലെ എച്ച് വരുന്നത് 19ാമതാണെന്ന് മനസ്സിലായി. ഇ വരുന്നത് 22ാമതാണെന്ന് മനസ്സിലായി. 22ഉം 9ഉം കൂടെ കൂട്ടിയാൽ 31. 10 41, 8 49 കറക്റ്റായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ചോദ്യകർത്താവ് ബാക്ക്വേർഡ് കോഡിംഗ് ആണ് കൊടുത്തത്. അപ്പോൾ സമ്മ് മക്കളെ എസ് വരുന്നത് താണ്ടെ ബാക്ക്വേർഡ് കോഡിങ്ങിലെ എസ് വരുന്നത് 8ാമതാണ്, ഓ വരുന്നത് 12ാമതാണ്, എടാ പിള്ളേരെ എം വരുന്നത് 14ാമതാണ്, ഇ വരുന്നത് 22ാമതാണ്. അപ്പോൾ 22ഉം 14ഉം കൂടെ കൂട്ടിയാൽ 36, 36ഉം 12ഉം കൂടെ കൂട്ടിയാൽ 48, 48ഉം 8ഉം കൂടെ കൂട്ടിയാൽ 56. ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. ബാക്ക്വേർഡ് കോഡിംഗ് ആണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു നിർത്തിയത്. അപ്പൊ ഇതെല്ലാം ഓർമ്മയിൽ കൊണ്ടുവരണം. എക്സാം ഹാളില് ഫ്രണ്ടിൽ കൂടെ കൊടുത്തിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ബാക്ക്വേർഡ് കോഡിംഗ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിലവിലെ ഈ ചോദ്യം വന്നിരിക്കുന്നത് ബാക്ക്വേർഡ് കോഡിംഗ് ആണ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു കോഡിംഗ് കൂടിയാണ്. അടുത്തത് ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എ എന്നത് ബിയുടെ മകനാണ്. മക്കളെ ബിയുടെ മകനാണ് എ. മകനായതുകൊണ്ട് പ്ലസ് ചിഹ്നം കൊടുത്തു. ഓക്കെ. സി എന്നത് എയുടെ ഭാര്യയാണ്. ഭാര്യ ഭർത്താക്കന്മാരെ ഡബിൾ സൈഡഡ് ആരോ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എയുടെ ഭാര്യയാണ് ഇ എന്ന് പറയുന്ന വ്യക്തി, അത് എഴുതി വെച്ചു. സി എന്നത് സി എന്നത് എയുടെ ഭാര്യയാണ്. സി ആണേ. അപ്പോൾ സി എന്നത് എയുടെ ഭാര്യയാണ്. ഇ എന്നത് സിയുടെ മകളാണ്. സിയുടെ മകളാണ്. മകൾ താഴെ വരട്ടെ. മകളാണ് ഈ. സിയുടെ മകളാണ് ഈ. ചോദ്യകർത്താവ് ചോദിക്കുന്നു എങ്കിൽ ബിയുമായി എ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ടോ, ബിയും ഇയും തമ്മിലുള്ള ബന്ധമോ വേണ്ടത്? നമുക്കറിയാം ബിയുടെ മകന്റെ മകളാണ്. ബിയുടെ മകനാണ് എ. ആ എയുടെ മകള് തന്നെയാണ് ഇ. മകന്റെ മകൾ കൊച്ചുമകളാണ്. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ബി ആയിരുന്നു. ബിയുടെ കൊച്ചുമകളാണ് ഇ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. എടാ 58ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ 58ഉം നമ്മുടെ ക്ലാസ്സിലെ 8ാമത്തെ ചോദ്യമാണ്. ദേണ്ടേ 10 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 18, അത് കഴിഞ്ഞാൽ 45, അത് കഴിഞ്ഞാൽ 109. അടുത്തതേത്? നമുക്കറിയാം. ദേണ്ടേ 10ന്റെ കൂടെ 8 കൂട്ടുമ്പോഴാണ് 18. മക്കളെ 18ന്റെ കൂടെ 27 കൂട്ടിയാൽ 45. എടാ 45ന്റെ കൂടെ ദേണ്ടേ 109 45 കുറച്ച് നോക്കിയാൽ മതിയല്ലോ എത്ര കൂടുതലാണെന്ന് അറിയാൻ. 9 5 കുറച്ചാല് 4. പിന്നെ അവിടെ 10 4 കുറച്ച എത്ര? 6. അപ്പോൾ നമുക്ക് മനസ്സിലായി 45ന്റെ കൂടെ 64 കൂട്ടുമ്പോഴാണ് 109 കിട്ടുന്നത്. അതായത് 8 കൂട്ടി 27 കൂട്ടി 64 കൂട്ടി. അതായത് 2ന്റെ ക്യൂബാണ് 8 അല്ലേ? 3ന്റെ ക്യൂബാണ് 27, 4ന്റെ ക്യൂബാണ് 64. അപ്പൊ അടുത്തത് 5ന്റെ ക്യൂബായിട്ടുള്ള 125 ആണ് കൂട്ടേണ്ടത്. 109ന്റെ കൂടെ മക്കളെ 109ന്റെ കൂടെ 125 കൂട്ടിയാൽ 9 5 14, ഇഷ്ടം 1, 2 1 3, 1 1 2, 234. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു ചോദ്യം. അടുത്തത് 2016 ജൂലൈ 29 വെള്ളിയാഴ്ച ദിവസം ജനിച്ച കുഞ്ഞിന് 4 ദിവസം പൂർത്തിയായ ജന്മദിനം വരുന്നത് എന്നാണെന്നാണ് ചോദ്യം. നമുക്കറിയാം 2016 ജനിച്ചതെങ്കിൽ 2017 ആകുമ്പോൾ 1 വയസ്സായി, 2018 ആകുമ്പോൾ 2 വയസ്സായി, 2019 2020. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 2020 ജൂലൈ 29 ഏത് ദിവസമാണെന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. എളുപ്പവഴികളൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നിരുന്നാലും
എത്രയും പെട്ടെന്ന് ഞാൻ ഈ ചോദ്യം പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് 2016 ജൂലൈ 29 മുതൽ 2020 ജൂലൈ 29 വരെയുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് അവിടെ എത്ര വർഷം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ വർഷം എത്ര? 4 അല്ലേ? ഗ്യാപ്പ് എത്ര? ഗ്യാപ്പ് 4 അല്ലടാ. 2016 മുതൽ 2020 വരെ 4 വർഷമാണ്. ഗ്യാപ്പ് അങ്ങോട്ട് എഴുതണം. എന്നിട്ട് ലീപ്പ് ഇയർ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 2016 നിങ്ങൾക്ക് ഒരിക്കലും ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. കാരണം 2016 എന്ന് പറയുന്ന വർഷത്തില് ഫെബ്രുവരി 29 കഴിഞ്ഞു പോയതാ. 2016 ജൂലൈ 29 മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 2016 ലീപ്പ് ഇയർ അല്ല. പിന്നെ വരുന്നത് 2020. ആ 2020 എന്ന് പറയുന്നത് ജൂലൈ 29 വരെ നമ്മൾ പിടിക്കുന്നുള്ളത് കൊണ്ട് അപ്പൊ അത് നമുക്ക് പിടിക്കാം, ഒരു ലീപ്പ് ഇയർ ഉണ്ടെന്ന് അർത്ഥം. ഇപ്പൊ 2020 പരിഗണിക്കാം. 2020 നമുക്ക് പരിഗണിക്കാം. 2020 ലീപ്പ് ഇയർ ആണെന്ന് അർത്ഥം. അത് കൂട്ടണം. എത്ര ലീപ്പ് ഇയർ ഉണ്ടോ അത് കൂട്ടുക. ഇവിടെ ഒരൊറ്റ ലീപ്പ് ഇയറേ ഉള്ളൂ. 2016 ലീപ്പ് ഇയർ അല്ല, 2020 മാത്രമാണ് ലീപ്പ് ഇയർ ആയിട്ട് ഇവിടെ പരിഗണിക്കേണ്ടത്. കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഗ്യാപ്പ് 4, ലീപ്പ് ഇയർ 1, മൊത്തത്തിൽ 5. ആ കിട്ടിയ സാധനം തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടിയാൽ മതി. മക്കളെ, തന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയുടെ കൂടെ 5 കൂട്ടുക. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ആൻസർ ബുധനാണ്. സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഗ്യാപ്പ് എടുക്കുക, ലീപ്പ് ഇയേഴ്സിന്റെ എണ്ണം കൂട്ടുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. വെള്ളിയുടെ കൂടെ 5 കൂട്ടണം. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ആൻസർ ബുധനാഴ്ചയായിരുന്നു. ബുധനായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം ബോർഡ് മാസ് ആണ്. ഇൻഡു കണ്ടാൽ നിങ്ങൾ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും 13 കഴിഞ്ഞിട്ട് ഇൻഡു ചിഹ്നമായിരുന്നു. ആ ഇൻഡുവിന് പകരം പ്ലസ് കൊടുക്കുക. മൈനസിനു പകരം ഇൻഡു കൊടുക്കണം എന്ന് പറഞ്ഞു. പ്ലസിനു പകരം ഹരണം കൊടുക്കണം എന്ന് പറഞ്ഞു. ഹരണത്തിനു പകരം ഹരണം എന്നത് മൈനസ് ആണെന്ന് പറഞ്ഞു, എഴുതി വെച്ചു. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. എടാ, ഇൻഡുവിന് പകരം പ്ലസ് കൊടുക്കുക, മൈനസിന് പകരം ഇൻഡു കൊടുക്കണം, പ്ലസിനു പകരം പ്ലസ് ചിഹ്നത്തിനു പകരം ഡിവിഷൻ സിമ്പൽ കൊടുക്കുക, ഡിവിഷൻ സിമ്പലിന് പകരം മൈനസ് സിമ്പൽ കൊടുക്കുക. ബോർഡ് മാസ് നിയമം അനുസരിച്ച് ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത്, ഡിവിഷൻ ആദ്യം ചെയ്യണം. 20നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം 2 അല്ലേ? അപ്പൊ അത് മാത്രം അങ്ങോട്ട് എഴുതണം. 13 + 5 ഇൻറ്റു 20നെ 10 കൊണ്ട് ഹരിച്ചാൽ 2 -9 എഴുതി വെച്ചു. ബോർഡ് മാസിനകത്ത് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. വേണ്ടേ? അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 13 + i2 10 -9. അങ്ങനെ ഡിവിഷനും കഴിഞ്ഞു. അടുത്തത് അഡീഷൻ. 13ഉം 10ഉം കൂടെ കൂട്ടിയാൽ 23. 23ൽ നിന്ന് 9 കുറയ്ക്കണം. മക്കളെ, 23ൽ നിന്ന് 9 കുറച്ചാൽ 14 ആണ്. ആൻസർ 14. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെ ബോർഡ് മാസ് നിയമപ്രകാരമുള്ള ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ബോർഡ് മാസ് നിയമപ്രകാരമുള്ള മറ്റൊരു ചോദ്യം കൂടെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ CPO ഡ്രൈവർ പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മാത്സിനകത്തെ 10 ചോദ്യങ്ങളും നമ്മൾ വളരെ ഭംഗിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഡ്രൈവർ പരീക്ഷകളുടെയൊക്കെ റാങ്ക് പട്ടിക എന്ന് പറയുന്നത് 1 വർഷമാണ് ആക്ച്വലി. ആ 1 വർഷത്തിനുള്ളിലെ അവർ പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരും. ആ 1 വർഷം കൊണ്ട് സർവീസിലിരിക്കുന്ന റിട്ടയർമെന്റ് കണക്കാക്കി അവിടെ വേക്കൻസികൾ ഫില്ലായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു അല്പം മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ നിയമന നില കുറഞ്ഞു പോയത് കൊണ്ടോ നമ്മൾ ഒരിക്കലും പഠിക്കാതിരിക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്, നിയമനം കുറവാണ്. എടാ, അത് ആ വർഷത്തിൽ സംഭവിച്ചു പോയ കാര്യം മാത്രമാണ്. അത് അവിടെ സംഭവിച്ചു. അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞു, അതൊന്നും അല്ല. നിങ്ങൾ മുമ്പോട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ
എല്ലാ തവണയും ചെയ്യാറുള്ളത് പോലെ തന്നെ കേരള പോലീസിലെ ഡ്രൈവർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി, ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി എല്ലാ ദിവസങ്ങളിലും അധ്യാപകർ ലൈവ് ക്ലാസ്സുകളും, ലൈസൻസ്, അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് മാത്സ്, കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങുന്ന പുതിയ ബാച്ചുകളാണ്. ജോയിൻ ചെയ്തു പഠിച്ച് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാടാ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ എല്ലാ സജഷൻസും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. ബൈ. CC ഓണം, നല്ലോണം പഠിച്ചോണം.